हेलो दोस्तों, मेरे ब्लॉग वीडियो में आप सभी को स्वागत है। तो ये जो वीडियो है सऊदी अरब रियाद सिटी का वीडियो है। तो देखिए कितना खूबसूरत नज़ारा है। ठीक है, अगर वीडियो पसंद आए तो लाइक कमेंट एंड चैनल को सब्सक्राइब कर देना भाई। सभी दोस्तों से रिक्वेस्ट है और थोड़ा सपोर्ट कीजिए एक दूसरे को साथ। सब जब मिल के सपोर्ट करेंगे, ठीक है। तो अभी सुनते चलो ये अपना इंडियन केरला भाषा। तो स्टार्ट करते हूँ, चलिए। हमको तो समझ में नहीं आता है केरला भाषा क्या है, तो आप लोग सुनिए। ഞാൻ രാവിലെ 8 മണിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങും. എനിക്ക് 12 മണിക്കുള്ള ഫ്ലൈറ്റ്. 12 മണി നല്ല 1 മണി 1:15 ബഹ്റൈനിൽ ഇറങ്ങും. പിന്നെ 2 മണിക്ക് അടുത്ത് ബഹ്റൈനിൽ നിന്ന് 9:30 തിരുവനന്തപുരത്ത് ലാൻഡ് ചെയ്യും. 9:30 പിന്നെ വേറെ തിരക്കൊക്കെ അല്ലേ, നമുക്ക് പയ്യെ പോവാം. എപ്പറാളപ്പെട്ട് പോകണ്ട. നമുക്ക് നമ്മള് സാധാരണ പോകുന്ന കണക്ക് പയ്യ പാട്ടം പാടി അങ്ങ് ചെലമ്പെടുത്തിട്ട് വന്നിട്ട് അവിടെ നിന്നൊരു കറങ്ങി. അളിയന്റെ ഉദ്ദേശം എനിക്കറിയാം. അളിയന് നേരത്തെ അവിടെ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് അവിടെ പോയി കട്ടി കടിക്കണം. പറഞ്ഞ മനസ്സിലായ? അപ്പൊ ഈ 3 ദിവസത്തെ ഹാങ് ഓവർ തീർക്കണ്ടേടാ. ഇതിപ്പോ സാധാരണ വരുന്ന ആളെ 5 രാമ വരും, വന്നിട്ട് പറയാം 6 മണിയാകുമ്പോ വണ്ടി ഇറക്കി പോടാ എന്ന് പറയും. എന്നിട്ട് പോകുന്ന വഴിക്ക് എവിടെങ്കിലും കയറി 2 കട്ടി കടിക്കണം. അത് തന്നെ അളിയന്റെ ഉദ്ദേശം. അത് നമുക്കറിയാം. അളിയന് 3 ദിവസത്തെ ഹാങ് ഓവർ ഉണ്ട്, അത് തീർക്കണം. അങ്ങനെ ഞാൻ പറഞ്ഞു ഇത് ഒന്നും ചെയ്തൊന്നുമില്ല ഇതുവരെയ്ക്ക്. എവിടെ എന്റെ പണി തീർന്നിട്ടില്ല ഇതുവരെയ്ക്ക്. ഞാൻ പറഞ്ഞു ഈ കാറ് കൊണ്ടൊന്ന് ഷെഡ് ഇട്ടേക്കാൻ പറഞ്ഞു. സ്വിഫ്റ്റേ അത് എന്താന്ന് വെച്ചാൽ നിങ്ങളെ പ്ലാന് പ്ലാനിങ് മാറ്റി. കാരണം വെച്ചാല് കാറ് ഷെഡിൽ കിടക്കുമ്പോഴേ ചോദിക്കും എവിടെ പോയെന്ന് ചോദിക്കും. അറിയാൻ പറ്റും. അതാണ് ഒന്നാമത്തെ കുഴപ്പം. പിന്നെ എന്താ പ്ലാൻ ഇപ്പൊ? ഞങ്ങളെ പ്ലാനിങ് ബൈക്ക് ആയിട്ട് ഷാനാത്തിന്റെ ബൈക്ക് വെക്കും. എന്നിട്ട് അവിടെ നിന്ന് സ്വിഫ്റ്റ് എടുത്തോണ്ട് നേരെ അനസിന്റെ അടുത്ത് പോകും. വെളിച്ചക്കാലെ പോകും. അതിനെയും വിളിച്ചിട്ട് നേരെ വരും. അനസ് കൂടെ കൊണ്ടുവന്ന് നിങ്ങൾ ഇവിടെ ഇറക്കിയിട്ട് അനസ് അങ്ങ് പോകും. എങ്കിൽ പിറ്റേ രാവിലത്തേക്ക് എന്താന്ന് വെച്ചാൽ നിന്നെ കൊണ്ട് അവിടെ ഇറക്കിയിട്ട് ഞങ്ങൾ പോയിട്ട് നീ പിറ്റേ രാവിലെ ഷാനത്തിന്റെ ഇവിടെ വന്നറിയാത്തണം വന്നിട്ട് പിന്നെ ഷാനത്തിന്റെ വീട്ടിൽ പോയി എടുത്താലും മതി. രാവിലെ എവിടെയും പോണില്ലല്ലോ. രാവിലെ അങ്ങനെ പോകുന്നില്ല. കല്ലിയില്ല, അത് വിഷയമുള്ള കേസല്ല. കാരണം നമ്മളെ വന്നതെന്ന് അറിയാൻ. तो दोस्तों वीडियो कैसा लगा और भाषा तो मेरे को समझ में नहीं आया, आप लोगों को समझ में आया तो प्लीज़ कमेंट करके बोलो कैसा लगा, ठीक है। तो बहुत बहुत शुक्रिया आप लोगों को। ആണല്ലോ. പുട്ടനെ വിളിക്കണം, എന്താ ഉണ്ടെന്ന് ചോദിക്കണം. പുട്ടനെ വിളിച്ചിട്ട് കുറെ നാളായി. പുട്ട് അങ്ങനെ ചോദിച്ച് ഇതണൊക്കെ പറഞ്ഞ് വീണ മതിയോന്ന് ചോദിച്ചു. അത് കഴിഞ്ഞപ്പോഴാ മറ്റേ ബുഖാരി വന്നത്. ബുഖാരി ഉണ്ടായിരുന്നു പിന്നെ അതിന് ശേഷം. ഞാൻ പറഞ്ഞു ഇടിച്ചിട്ട് നമ്മളിന് കയറി വന്നാൽ ബാക്കിയുള്ളമാരെ അവിടെ കിടന്ന് കൊള്ളുമെന്ന് പറഞ്ഞു. ഇയാൾക്ക് എത്രയും പെട്ടെന്നില്ല അതൊന്ന് കോംപ്രമൈസ് ആക്കണോടെ. എനിക്കറിയാൻ ഇപ്പൊ ഇത്ര മുട്ടിക്കുന്നതിന്റെ കേസ് എന്തുവാന്ന്.